ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് അമ്മയോടൊപ്പം ഒക്ടോബർ 30 പിറക്കാതെ പോയ കുഞ്ഞുങ്ങളുടെ ജപമാല. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും ഈ ജപമാലയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഈ ജപമാല ഉണ്ടായിരിക്കാം. ഈ ജപമാലയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒഹിയോ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് 1997 ഒക്ടോബർ മാസം 7 പരിശുദ്ധ അമ്മ മൗറീൻ സ്വീനിക്കായിൽ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജപമാല രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നതിന് രക്തക്കണ്ണുനീരിന്റെ ആകൃതിയിൽ കുരിശും പിന്നീട് മറ്റ് നന്മ നിറഞ്ഞ പറയുന്ന പ്രാർത്ഥനകൾ ചൊല്ലുന്നിടത്ത് കണ്ണുനീർ തുള്ളിയുടെ ആകൃതിയിൽ ഓരോ മണികളും, ആ മണികൾക്കുള്ളിൽ ഓരോ കുഞ്ഞുങ്ങളുടെ രൂപങ്ങളും കൃത്യമായിട്ട് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ കുഞ്ഞുങ്ങൾ കിടക്കുന്ന രീതിയിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഓരോ മണികൾക്കുള്ളിൽ ഓരോ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ രീതിയിൽ രൂപങ്ങളുണ്ട്. അങ്ങനെയാണ് ഇത് ചിത്രീകരിച്ചത്. നമുക്കിങ്ങനെ സൂക്ഷ്മമായിട്ട് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു ജപമാല ഇങ്ങനെ പിറക്കാതെ പോയ കുഞ്ഞുങ്ങൾ, ഇങ്ങനെ അബോർട്ടഡ് ആയിട്ടുള്ള അൺബോൺ ചിൽഡ്രൻ, അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കൊല ചെയ്യപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ വേണ്ടി പ്രാർത്ഥിക്കാൻ, അങ്ങനെ കൊല ചെയ്യപ്പെടാതിരിക്കുന്നതിന് കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായിട്ട് അമേരിക്കയിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഫുൾട്ടൻ ഷീൻ്റെ ഒക്കെ ഒരു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിവയ്ക്കും വേണ്ടമാണ് പരിശുദ്ധമ്മ പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത്. 2004 ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഒക്ടോബർ 13 2004 ഒക്ടോബർ 13 ഈ ജപമാല റോമില് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും അത് ഈ ജപമാല ഉപയോഗിച്ച് ഈ ജപമാല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രചരിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. പ്രോലൈഫ് പ്രവർത്തകരുടെ ജപമാലയായിട്ടാണ് ഈ ജപമാല അറിയപ്പെടുന്നത്. റോസറി ഓഫ് ദ അൺബോൺ ബേബീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് പിന്നെ ആദ്യം USCCB അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കാത്തലിക് കോൺഫറൻസ് ഓഫ് ബിഷപ്സ് ഇത് അംഗീകരിക്കുകയും പിന്നീട് ഇത് പ്രചാരത്തിൽ വരികയും ചെയ്തു. എന്നാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ ജപമാല ഇല്ലെങ്കിൽ പോലും നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ഈ അബോർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമെന്നും അങ്ങനെ ചിന്തിക്കുന്നവരുടെ മനസ്സ് മാറണമെന്നും പ്രാർത്ഥിക്കാനായിട്ട് സഭ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് ആ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രത്യേകം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ആ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആവേ മരിയ.